നമസ്കാരം. സംഗീതത്തിന് മുന്നിൽ ജാതിയോ മതമോ ഇല്ലെന്ന് ലോകത്തിന് കാണിച്ചുകൊടുത്ത സംഗീത മാന്ത്രികൻ എ.ആർ. റഹ്മാൻ ഇപ്പോൾ ഒരു വലിയ വിവാദത്തിന്റെ മധ്യത്തിലാണ്. BBC ഏഷ്യൻ നെറ്റ്വർക്കിന് നൽകിയ ഒരു അഭിമുഖത്തിൽ റഹ്മാൻ നടത്തിയ ചില പരാമർശങ്ങൾ ബോളിവുഡിലും സോഷ്യൽ മീഡിയയിലും വലിയ ചർച്ചകൾക്കാണ് വഴിതെളിച്ചിരിക്കുന്നത്. ബോളിവുഡിൽ വർഗീയ ചേരിതിരിവ് ഉണ്ടെന്ന് റഹ്മാൻ പറഞ്ഞു. ചാവോ എന്ന സിനിമയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം എന്തായിരുന്നു? റഹ്മാനെതിരെയുള്ള ഈ സൈബർ ആക്രമണങ്ങൾക്ക് പിന്നിലെ സത്യമെന്താണ്? ഇന്നത്തെ വാർത്താ റിപ്പോർട്ടിൽ നമ്മൾ പരിശോധിക്കുന്നത് റഹ്മാനെ ചുറ്റിപ്പറ്റിയുള്ള ഈ പുതിയ വിവാദങ്ങളെക്കുറിച്ചാണ്. ഹാരൂൺ റഷീദുമായി നടത്തിയ 90 മിനിറ്റ് നീണ്ട അഭിമുഖത്തിലാണ് റഹ്മാൻ തന്റെ നിലപാടുകൾ വ്യക്തമാക്കിയത്. ബോളിവുഡിൽ കഴിഞ്ഞ 8 വർഷമായി കാര്യമായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം നിരീക്ഷിച്ചു. ക്രിയേറ്റീവ് ആയ ആളുകൾക്ക് പകരം സർഗാത്മകത ഇല്ലാത്തവർ അധികാരം കൈയാളുന്നതാണ് പല പ്രശ്നങ്ങൾക്കും കാരണമെന്ന് അദ്ദേഹം പറഞ്ഞു. തനിക്ക് അവസരങ്ങൾ കുറയുന്നതിന് പിന്നിൽ വർഗീയമായ കാരണങ്ങൾ ഉണ്ടായേക്കാം എന്ന് താൻ കേൾക്കുന്നുണ്ടെന്നും എന്നാൽ അത് തന്റെ മുഖത്ത് നോക്കി ആരും പറഞ്ഞിട്ടില്ലെന്നും റഹ്മാൻ കൂട്ടിച്ചേർത്തു. ഈ തുറന്നുപറച്ചിലാണ് വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. ബോളിവുഡ് ചിത്രം ചാവോ വിഭജനമുണ്ടാക്കുന്ന സിനിമയാണെന്ന റഹ്മാന്റെ പരാമർശമാണ് മറ്റൊരു വിഷയം. സിനിമയിലെ വീരഗാഥകളെ അദ്ദേഹം അഭിനന്ദിച്ചുവെങ്കിലും അതിന്റെ സ്വഭാവത്തെ വിമർശിച്ചു. ഇതിനെതിരെ നടി കങ്കണ റണൌത്ത് രംഗത്തെത്തി. റഹ്മാൻ മുൻവിധിയോടെയാണ് പെരുമാറുന്നതെന്നും തന്റെ സിനിമയായ എമർജൻസിയെ അദ്ദേഹം തള്ളിക്കളഞ്ഞുവെന്നും കങ്കണ ആരോപിച്ചു. ഗായകൻ ഷാനും ഇതിനെതിരെ പ്രതികരിച്ചു. സംഗീതത്തിൽ വർഗീയതയോ വിവേചനമോ ഇല്ലെന്നും കഴിവിനാണ് പ്രാധാന്യമെന്നുമാണ് ഷാൻ പറഞ്ഞത്. റഹ്മാനെതിരെ സോഷ്യൽ മീഡിയയിൽ സൈബർ ആക്രമണം ശക്തമായപ്പോൾ കേരളത്തിൽ നിന്ന് അദ്ദേഹത്തിന് വലിയ പിന്തുണയാണ് ലഭിച്ചത്. മലയാളി സംഗീത സംവിധായകൻ കൈലാസ് മേനോൻ വിയോജിക്കാം, പക്ഷേ അധിക്ഷേപിക്കരുത് എന്ന തലക്കെട്ടിൽ എഴുതിയ കുറിപ്പ് വൈറലായി. റഹ്മാന്റെ മക്കളായ ഖദീജയും റഹീമയും ഈ കുറിപ്പ് പങ്കുവച്ചുകൊണ്ട് തങ്ങളുടെ പിതാവിന് പിന്തുണ പ്രഖ്യാപിച്ചു. ലോകം ബഹുമാനിക്കുന്ന ഒരു കലാകാരന്റെ വിശ്വാസത്തെയും ജീവിതാനുഭവങ്ങളെയും ചോദ്യം ചെയ്യുന്നത് ശരിയല്ലെന്ന് അവർ ഓർമ്മിപ്പിച്ചു. വിവാദം കടുത്തതോടെ റഹ്മാൻ തന്നെ നേരിട്ട് വിശദീകരണവുമായി എത്തി. ഇന്ത്യ തന്റെ പ്രചോദനമാണെന്നും ആരെയും വേദനിപ്പിക്കാൻ താൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു കലാകാരൻ തന്റെ അനുഭവങ്ങൾ തുറന്നു പറയുമ്പോൾ അതിനെ രാഷ്ട്രീയ കണ്ണടയിലൂടെ കാണുന്നത് ശരിയാണോ എന്നതാണ് ഈ വിവാദം ഉയർത്തുന്ന ചോദ്യം. സംഗീതം കൊണ്ട് ലോകത്തെ ഒന്നിപ്പിച്ച റഹ്മാന്റെ വാക്കുകളെ വിവേകത്തോടെ കാണാൻ നമുക്ക് സാധിക്കണം. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം. നന്ദി.